കൂലി 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 ലോകേഷ് കനകരാജ്, രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, അമീർ ഖാൻ, സൗബിൻ. കൂലി ഇത് കണ്ടു. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ, എനിക്ക് പടത്തിനെക്കുറിച്ച് എന്ത് തോന്നി എങ്ങനെയെന്നുള്ളത് മാത്രം. ഓക്കെ, പടം പോസിറ്റീവ് ഉണ്ടോ? പോസിറ്റീവ് ഉണ്ട്. ഒരു നമുക്കെല്ലാം ബോറടിക്കാതെ കണ്ടിരിക്കാം ഈ സിനിമ എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കി ട്രെയിലറിലും അതേപോലെ പ്രൊമോഷൻ ഇതിൽ വന്ന ഹൈപ്പ് ആ പടത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ പടം എനിക്ക് ഓക്കെ എന്ന് പറയുന്ന ഒരു പടമാണ്. കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പടം ലോകേഷ് കനകരാജിൻ്റെയാണ്, രജനീകാന്തിൻ്റെയാണ്. അമീർ ഖാൻ ക്യാമിയോയിലെത്തുന്നു. നാഗാർജുന മെയിൻ വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നു. സൗബിൻ ഷാഹർ, ഉപേന്ദ്ര എന്നിവരെ കൂടാതെ ഭയങ്കര ക്രൂവും ഭയങ്കര ഹൈപ്പായിട്ട് വന്ന പടമാണ്. ഹൈപ്പ് തന്ന അത്രത്തേക്ക് ആ എക്സ്പെക്റ്റേഷൻ പടം നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ബോറടിക്കാതെ നമുക്കൊരു കാണാം, ഒരു വൺ ടൈം വാച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒരു ലോകേഷ് കനകരാജിൻ്റെ ഒരു സെയിം ഫോർമാറ്റാണ് പടം. അതായത് നമ്മുടെ വിക്രത്തിൻ്റെ തന്നെ വിക്രം പോലെയുള്ള ഒരു സെയിം ഫോർമാറ്റിലാണ് പടം. LCU ആയിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. ആദ്യം തന്നെ പറയാലോ. പിന്നെ ലോകേഷ് കനകരാജിന് ഈ പടം പാളിയോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത്. പടത്തിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. എനിക്ക് പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ പടം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പടത്തിൽ ലോകേഷിനെ എവിടെയൊക്കെ പണി പാളി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു. ദിസ് ഈസ് ഓൺലി മൈ ഒപ്പീനിയൻ. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം, രജനീകാന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു നോർമൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഗൂസ് പമ്പ് ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നില്ല. പിന്നെ രണ്ടാമത് നാഗാർജുനയിലേക്ക് വരുമ്പോൾ, നാഗാർജുന രജനീകാന്തിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. പെർഫോമൻസിൽ നല്ല സ്വാഗ് ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേന്ദ്രയുടെ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉപേന്ദ്രയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപേന്ദ്രനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല പടത്തിൽ. കുറച്ച് ആക്ഷൻ റോളുകളും ഒന്നോ രണ്ടോ ഡയലോഗുകളിലും വെച്ചിട്ട് ഉപേന്ദ്രനെ അവിടെ നിർത്തി. അതുപോലെ തന്നെ അമീർ ഖാൻ്റെ കാര്യം നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പറയാം. പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ഫോർമാറ്റ്, ഒരു വിക്രം അല്ലെങ്കിൽ ആൾ ചെയ്തു വെച്ചിട്ടുള്ള പടത്തിൻ്റെ ഒരു സെയിം ഫോർമാറ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. ആ ഫോർമാറ്റിൽ ഗൂസ് ബമ്പ് കൊണ്ടുവരാൻ എന്നുള്ള ഒരു അങ്ങനെ ഗൂസ് ബമ്പ് അടിക്കുന്ന നിമിഷങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൂടാതെ ശ്രുതി ഹാസനുണ്ട്, അതേപോലെ തന്നെ രചിത റാം, ഒരു കന്നഡ ആക്ട്രസ് ഉണ്ട്. അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നാഗാർജുനയുടെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉപേന്ദ്രയുടെ ഇൻട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു. രജനീകാന്തിൻ്റെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഇൻട്രോ. ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയാലോ. പിന്നെ കുറേ സസ്പെൻസുകളും കുറേ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഒന്നോ രണ്ടോ ട്വിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പല ചേസ് സീനുകളിലും അല്ലെങ്കിൽ പല ആക്ഷൻ സീക്വൻസ് വരുന്ന സീനുകൾ എന്തുവാണ് ഇത് ലാഗ് അടിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നി. പിന്നെ ഏറ്റവും അവസാനം കൂടുതൽ എനിക്ക് എന്താ പടത്തിനെ കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും അവസാനം ഞാൻ അമീർ ഖാനെ കൊണ്ടുവന്ന ഒരു അമീർ ഖാൻ്റെ ഇൻട്രോവും അതൊക്കെ നമുക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കോമഡി അല്ലെങ്കിൽ ഒരു കോമഡി പീസാക്കി മാറ്റിയോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അറ്റ്ലീസ്റ്റ് വിക്രത്തിൽ സൂര്യനെ കൊണ്ടുവന്നപ്പോൾ, റോളക്സിനെ കൊണ്ടുവന്നപ്പോഴുള്ള ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റിൻ്റെ പകുതി പോലും അമീർ ഖാന് കൊണ്ടുവരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ലോകേഷ് കനകരാജിന് പറ്റിയ ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും മ്യൂസിക് ആണെങ്കിലും പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ അധികം പങ്ക് വഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന പല ഷോട്ടുകളും ഗൂസ് പമ്പ് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഇത്. രജനീകാന്തിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. രജനീകാന്തൻ ഹീ വിൽ ഡൂ സംതിങ് ഇൻ സം സിറ്റുവേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും.
പക്ഷേ ആ ഒരു സിറ്റുവേഷൻസും ആ ഒരു ഇതും നമ്മൾ റിപ്പീറ്റ് വാല്യൂയോട് കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുടെ പടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ സ്വാഗും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ആ സ്വാഗിനെ നിലനിർത്താനോ അല്ലെങ്കിൽ ആ സ്വാഗിൻ്റെ മറ്റു പടങ്ങളിലുള്ള സ്വാഗിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവരാനോ സാധിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കത് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. രജനികാന്ത് ഫാൻസും അതേപോലെ ലോകേഷ് കനകരാജ് ഫാൻസും എന്താണ് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേഷിന് പല സ്ഥലങ്ങളിലും പാളിയിട്ടുണ്ട്. രജനികാന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഒരു ഇമോഷണൽ കണക്ട്സ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പല പല എന്താ പറയുക, ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തിയേറ്ററിൽ ഇൻ്റർവെൽ പഞ്ചിന് നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഞെട്ടലൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല സത്യത്തിൽ പടത്തിൽ. അത് ഭയങ്കരമാവും എന്നുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. പഴയ പടങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കാണിച്ചു ഒരു ഇതാക്കി വെച്ചു എന്നുള്ളൂ. അല്ലാതെ വിക്രം പോലെയോ അല്ലെങ്കിൽ കൈദി പോലെയോ അല്ലെങ്കിൽ ലിയോ പോലെയോ അതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ല. ലോകേഷ് കനകരാജ് എൻ്റെ കരിയറിലെ ഏറ്റവും ഒരു ലോ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പടമായിരിക്കും ഇത്. 1000 കോടിയോ 1200 കോടിയോ ഒക്കെ കളക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ലോകേഷ് കനകരാജിൻ്റെ കരിയറിലെ ഏറ്റവും ലോ ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ലോ ഒരു രീതിയിലുള്ള പടമായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. എനിക്ക് ഈ പടത്തിൽ ആരെങ്കിലും ഒരു ലൈവ് ഡിസ്കഷന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷമോ 10 ദിവസത്തിന് ശേഷം ഒരു ലൈവ് ഡിസ്കഷന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അവർക്ക് നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും. നമ്മളല്ല, ഞാൻ ബന്ധപ്പെടുന്നതായിരിക്കും. ഒരു ലൈവ് ഡിസ്കഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നടക്കില്ലോ എന്നുള്ള അറിയില്ല. ഒരു 3-4 പേരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എനിവർ ഫ്രം ദ വേൾഡ് വെൽക്കം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.